ചെയ്യുന്നു. ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് എം ശശികുമാറിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഹാട്രിക് വിജയം ഉറപ്പിക്കുമോ? ചെങ്ങന്നൂരിൻ്റെ വികസനം തന്നെയാണോ നിങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാക്കുന്നത്? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ സഖാവ് സജി ചെറിയാൻ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ സമാനതകളില്ലാത്ത ചെങ്ങന്നൂരിൻ്റെ വികസനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും നല്ല ഭൂരിപക്ഷത്തോടുകൂടി സജി ചെറിയാൻ മൂന്നാമതും വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാതെയും പല ജനസഭയുടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ചെങ്ങന്നൂരിലെ ഈ ഗതാഗത പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ. ബ്ലോക്ക് ചെങ്ങന്നൂരിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയാണ് ഒരു ബൈപ്പാസ് അല്ലെങ്കിൽ റിംഗ് റോഡ് അതിൻ്റെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലിശ്ശേരിയിൽ നിന്ന് അവിടുന്ന് വരുന്ന കല്ലിശ്ശേരിയിൽ നിന്നും അവിടുന്ന് MC റോഡിൻ്റെ ഹാച്ചറിയിൽ നിന്നും റിംഗ് റോഡ് ആരംഭിച്ച് മുണ്ടങ്കാവിൽ എത്തക്ക നിലയിലുള്ള ആ ഒരു റിംഗ് റോഡിനാണ് ഗവൺമെൻറ് രൂപം നൽകിയിട്ടുള്ളത്. അതോടുകൂടി ഈ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് കൊല്ലം തേനി റോഡ്. കൊല്ലം തേനി റോഡിൻ്റെ ആദ്യ റീച്ച് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചു. അത് ആഞ്ഞിലിമൂടി ജംഗ്ഷൻ വരെയാണ് ആദ്യ റീച്ച്. ഞങ്ങൾ അതിനെ സംബന്ധിച്ചൊരു പ്രപ്പോസൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, മന്ത്രി ഉൾപ്പെടെ. കാരണം ആഞ്ഞിലിമൂട്ടിൽ നിന്ന് മുണ്ടങ്കാവ് വരെയുള്ള സ്ഥലം ഏറ്റെടുക്കുന്നത് പ്രായോഗികമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന റിംഗ് റോഡിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ടൗണിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കൊല്ലം തേനി റോഡ് മുന്നോട്ട് പോകണം എന്ന പ്രപ്പോസലാണ് ഇടതുപക്ഷ മുന്നണിയും ഇവിടുത്തെ മന്ത്രിയും ഒക്കെ തന്നെ മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശം. ഈ ആലപ്പുഴ ജില്ലയിലെ CPM-നകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ സജി ചെറിയാൻ്റെ വിജയ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമോ? കാരണം പാർട്ടിയിൽ നിന്നും പുറത്തായ G. സുധാകരൻ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിനെതിരെയാണ്, സജി ചെറിയാനെതിരാണ്. അപ്പോൾ പാർട്ടിക്ക് അകത്ത്, കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കഴിഞ്ഞ വലിയ കെട്ടുറപ്പുള്ള ഒരു സംവിധാനമായിരുന്നു ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. അത് തകരുന്നു. സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അമ്പലപ്പുഴയിലെ ജനവിധി തേടും. ഇപ്പോൾ സ്വാഭാവികമായും അത് പാർട്ടിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ജയസാധ്യതയെ പ്രതിസന്ധിയിലാക്കുമോ? ഒരിക്കലും G. സുധാകരൻ്റെ നിലപാട് ആലപ്പുഴ ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് CPM-നെ ഒരു തരത്തിലും ബാധിക്കില്ല. അപ്പോൾ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട നിലയിൽ 3-4 പേര് സ്ഥാനാർത്ഥി മോഹം കൊണ്ട് CPM-വുമായി ഉള്ള ബന്ധം വിച്ഛേദിച്ച് സ്ഥാനാർത്ഥിത്വത്തിൽ വന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് G. സുധാകരൻ പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതല്ല. കഴിഞ്ഞ 5 വർഷക്കാലമായി സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ തയ്യാറെടുപ്പും മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രം ബാധിക്കുന്ന ഒരു തീരുമാനമല്ല CPM എടുത്തത്. സംസ്ഥാനത്താകെ ബാധിക്കുന്ന 2 തവണ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച ആളുകളെ തുടർന്നുള്ള സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ആലപ്പുഴ ജില്ലയിൽ മാത്രം എടുത്ത തീരുമാനമല്ല. അത് പാർട്ടി കൂട്ടായി ചർച്ച ചെയ്ത് പാർട്ടിയുടെ സമ്മേളനങ്ങൾ തന്നെ അംഗീകരിച്ച ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. അദ്ദേഹത്തെ പോലെ തന്നെ തോമസ് ഐസക്ക്, MM മണി തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെ എല്ലാം തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർക്കാർക്കും പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്തോ വീണ്ടും അധികാരത്തിൽ വരണം എന്നിട്ടുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തെ ഈ തെറ്റായ നിലപാടിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. അത് ആലപ്പുഴ ജില്ലയിലെ CPM-നെയോ ചെങ്ങന്നൂരിലെ ഞങ്ങളുടെ വിജയത്തെയോ ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്.